പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ പറയാൻ പോകുന്നത് 2.1 ആംപ്ലിഫയർ ചെയ്യുമ്പോൾ ലെഫ്റ്റും റൈറ്റും തമ്മിൽ ക്ലാഷായി ചാനൽ മിക്സായി പോകുന്നൊരു പ്രശ്നം പറയുന്നുണ്ട്. ചില സബ്വൂഫർ ഫിൽറ്റർ വാങ്ങിക്കുമ്പോൾ നൈസ് ക്വാളിറ്റി പരിപാടിയാണ്. ലെഫ്റ്റും റൈറ്റും ഇതുപോലെ ഐസിക്കകത്ത് പോകാതെ 2 റെസിസ്റ്റർ ഇട്ട് ഷോർട്ട് ചെയ്തതിന് ശേഷം ഇൻപുട്ട് മിക്സ് ചെയ്യുന്ന ഒരു നൈസ് പരിപാടി കണ്ടിട്ടുണ്ട്. ചിലവ് കുറയ്ക്കാനാണ് ചെയ്യുന്നത്, പക്ഷേ നമ്മുടെ ലെഫ്റ്റും റൈറ്റും ക്ലാഷായി പോകും. അതുമാത്രമല്ല, നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യണമെങ്കിൽ 2 ചാനൽ മിക്സായി പോകും, സ്റ്റീരിയോ എഫക്റ്റ് ക്ലാഷായി പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഒരു സർക്യൂട്ടാണിത്. USB അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, മൊബൈൽ ലെഫ്റ്റും റൈറ്റും, ബാസ്റ്റർ ബോർഡിൽ ലെഫ്റ്റും റൈറ്റും ഡയറക്റ്റ് കണക്ട് ചെയ്യുക, ആംപ്ലിഫയറിലോട്ട് കണക്ട് ചെയ്യുക. ഓക്കെ. രണ്ടാമത്, സബ്വൂഫർ ഫിൽറ്ററിൽ വരുമ്പോഴേക്കും ഇത്തിരി വ്യത്യാസമാണ്. നമ്മളിവിടെ ഉപയോഗിക്കേണ്ട സർക്യൂട്ട് നോൺ ഇൻവെർട്ടർ വോൾട്ടേജ് ഫോളോവറാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. TLS72 ഒരു ഡുവൽ ചാനൽ ഓപ്പ് ആമ്പാണ്. അത് ഇതുപോലെ ഉപയോഗിക്കാം. ഇവിടെ 2 47K റെസിസ്റ്റർ ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്രൗണ്ടിലായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ആദ്യം ലെഫ്റ്റിൽ നിന്ന് ഒരു 22K റെസിസ്റ്റർ, റൈറ്റിൽ നിന്ന് 20K. ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടത് 330 NF ആണ്. താഴെയും ചെയ്യൽ, കൂടെയും ചെയ്യൽ 330 ഡയറക്റ്റ് ഇവിടെ നോൺ ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കൂടുതൽ ബേസാണ് വേണ്ടതെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഒരു 47K റെസിസ്റ്റർ ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്യാം. 47K നോർമൽ ബേസ്. നമുക്ക് സെൻസിറ്റീവാണ് വേണ്ടതെങ്കിൽ റെസിസ്റ്ററിന് ഇപ്പുറം 47ൽ കണക്ട് ചെയ്യാം. അല്ല സെൻസിറ്റീവ് അല്ല ഹെവി ആണെങ്കിൽ ഇതുപോലെ ഇവിടെ കണക്ട് ചെയ്താലും മതി. 47K കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല, വോൾട്ടേജ് ഫോളോവർ. ഇവിടെ 2 നോൺ ഇൻവെർട്ടറിൽ കയറിയതിന് ശേഷം ഇൻവെർട്ടറും ഔട്ടുമായിട്ട് ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു ജോയിൻ്റ് വഴി നമുക്കിവിടെ ഫേസ് ഷിഫ്റ്റ് ഇല്ലാത്ത ഔട്ട് കിട്ടും. ലെഫ്റ്റിലും റൈറ്റിലും ഔട്ട് രണ്ടും 4K7 റെസിസ്റ്റർ ഉപയോഗിച്ച് ജോയിൻ്റ് ചെയ്ത് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും മിക്സായിട്ട് ഒരു ഔട്ട് നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ക്ലാഷ് നമുക്ക് ഒഴിവാക്കാം. ഇത് IC വഴി ഇൻറ്റേർണൽ ഷോർട്ട് ആകാത്തതുകൊണ്ട് ഔട്ടിൽ നമുക്ക് സബ്വൂഫർ ഔട്ട് കിട്ടും. ഇവിടെ നമുക്ക് സബ്വൂഫർ ഫിൽറ്റർ ലെഫ്റ്റും റൈറ്റും ഉള്ള മോഡലാണെങ്കിൽ ഒരു സൈഡിൽ കൊടുത്താൽ മതി, ഒരു കപ്പാസിറ്ററിൽ കണക്ട് ചെയ്താൽ മതി. 2ലും കണക്ട് ചെയ്യണമെന്നില്ല. 2ലും വേണമെങ്കിൽ ജോയിൻ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്യാം, വലിയ പ്രയോജനമില്ല. ഒരെണ്ണത്തിൽ കണക്ട് ചെയ്താൽ മതി. ഇതുപോലെ 420 NF ഇട്ടിട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഫ്രണ്ട് ക്ലാഷ് ആകത്തില്ല, എഫക്റ്റിനൊരു മാറ്റം സംഭവിക്കുകയില്ല, ഫേസിനും ഒരു ഡിഫറൻസ് ഉണ്ടാകില്ല. കറക്റ്റ് നല്ല എഫക്റ്റ് ആയിരിക്കും. പിന്നെ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഉപയോഗിക്കുന്ന ബാസ്റ്ററുകൾ ഇൻവെർട്ടർ തിയറിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആദ്യം ഇൻപുട്ടിൽ ഒരു 180 ഫേസ് ഷിഫ്റ്റ് മാറും, രണ്ടാമത്തിൽ ഒരു 180 ഫേസ് ഷിഫ്റ്റ് മാറുമ്പം അത് 3 വീണ്ടും ഫേസ് ഷിഫ്റ്റ് ഓക്കെ ആവും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 2.1ൻ്റെ ക്ലാഷ് മാറിക്കിട്ടും. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. പരീക്ഷിച്ച് നോക്കുക. ഇത് സക്സസ് ആണ് 100%. സ്റ്റീരിയോ ക്ലാഷ് ഒഴിവായി കിട്ടും. കമ്പ്യൂട്ടറിന്, USBക്കും, മൊബൈലിന്, TVക്കോ ഏതായാലും. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ പിന്നീട് കാണാം.